സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിന് മുഖം മിനുക്കുന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് അറബ് സാംസ്കാരിക മികവിനുള്ള പരമോന്നത ബഹുമതി. ഒമാനിൽ ഇന്നു മുതൽ ഡിജിറ്റൽ ഇക്കോണമി സർവേ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ പ്രധാന പാതകളിലൊന്നായ സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിന്റെ മുഖച്ഛായ മാറ്റാൻ വിപുലമായ നവീകരണ പദ്ധതികളുമായി തെക്കൻ ബാത്തിന മുനിസിപ്പാലിറ്റി. ബർക്ക വിലായത്തിലെ സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിന്റെ ഒരറ്റത്ത് ഉണങ്ങിയും നശിച്ചും പോയ മരങ്ങൾ നീക്കി പുതിയവ വെച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരത്തിന്റെ സൗന്ദര്യത്തിന് തടസ്സമാവുന്ന രീതിയിൽ ഉണങ്ങി നിൽക്കുന്ന സിദർ മരങ്ങൾ നീക്കം ചെയ്യുന്നതാണ് ആദ്യഘട്ടം. ബറക്ക മുതൽ മുസന്ന വരെ ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തികൾ നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ പ്രദേശത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായ സാൽസോള, ബോഗൻവില്ല, അക്കേഷ്യ തുടങ്ങിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ഇത് റോഡിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അന്തരീക്ഷ വായു ശുദ്ധീകരിക്കാനും സഹായകരമാകും. മൂന്നാം ഘട്ടത്തിൽ റോഡരികിൽ അലങ്കാര ചെടികളും വേലുകളും ഒരുക്കി പാതയെ കൂടുതൽ ആധുനികമാക്കും. അതേസമയം മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സി ഭാഗത്തും വനവൽക്കരണ പദ്ധതി പുരോഗമിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി 14 കിലോമീറ്റർ ദൂരത്തിലാണ് നവീകരണം. നിലവിലുള്ള 1300 ഈന്തപ്പനകൾക്ക് പകരം 1500 പുതിയ ചെടികൾ വെച്ചുപിടിപ്പിക്കും. വാഹനയാത്രക്കാരുടെ കാഴ്ച മറക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ റോഡ് സുരക്ഷയും ഉറപ്പാക്കാനാണ് ലക്ഷ്യം. വരാനിരിക്കുന്ന മസ്കത്ത് മെട്രോ പദ്ധതിയുടെയും അൽ ഖുവൈർ ഡൗൺ ടൗൺ പദ്ധതിയുടെയും ഭാഗമായാണ് സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അറബ് സംസ്കാര സംരക്ഷണത്തിനും സാംസ്കാരിക വളർച്ചയ്ക്കുമായി നൽകിയ അസാധാരണ സംഭാവനകൾ പരിഗണിച്ച് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് അറബ് കൾച്ചറൽ എക്സലൻസ് മെഡൽ പ്രഖ്യാപിച്ചു. അറബ് ലീഗ് എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ആൻഡ് സയന്റിഫിക് ഓർഗനൈസേഷൻ ആയ അലക്സോയാണ് ഈ പരമോന്നത ബഹുമതി പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1970 രൂപീകൃതമായ സംഘടനയാണ് അലക്സോ. അറബ് ലോകത്ത് അറിവിന്റെയും സാംസ്കാരിക വികസനത്തിന്റെയും പാതകൾ വികസിപ്പിക്കുന്നതിൽ ഒമാൻ സുൽത്താൻ കാഴ്ചവെക്കുന്ന ദീർഘവീക്ഷണത്തിനുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരമെന്ന് സാംസ്കാരിക, കായിക, യുവജനകാര്യ മന്ത്രി സെയ്ദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദി പറഞ്ഞു. സഹിഷ്ണുതയും സഹവർത്തിത്വവും പോലുള്ള മാനുഷിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സുൽത്താന്റെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടുണീഷ്യയുടെ തലസ്ഥാനമായ ടുണിസിലെ അലക്സോ ആസ്ഥാനത്ത് ഉടൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. ഒമാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഡിജിറ്റൽ മേഖലയുടെയും സാങ്കേതിക രംഗത്തിന്റെയും പങ്ക് വിലയിരുത്തുന്നതിനായുള്ള ഡിജിറ്റൽ ഇക്കോണമി സർവേ 2025 ഇന്ന് തുടക്കമാകും. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ NCSIയുടെ നേതൃത്വത്തിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് പകുതി വരെ സർവേ നടപടികൾ തുടരും. വിവര സാങ്കേതിക വാർത്താവിനിമയ സ്ഥാപനങ്ങൾ, ഇ-കൊമേഴ്സ് കമ്പനികൾ, ഡിജിറ്റൽ ഇന്റർമീഡിയേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്ക് പുറമെ രാജ്യത്തെ വിവിധ സാമ്പത്തിക മേഖലകളെ പ്രതിനിധീകരിക്കുന്ന തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങളും സർവേയുടെ ഭാഗമാകും. ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ ഡിജിറ്റൽ മേഖലയുടേതായ സ്വാധീനം കൃത്യമായി അളക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനായാണ് സർവേ നടത്തുന്നതെന്ന് NCSI നാഷണൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൽ അസീസ് ബിൻ ഖമീസ് ബിൻ മുഹമ്മദ് അൽ സുനൈദി വ്യക്തമാക്കി. ഡിജിറ്റൽ പരിവർത്തന പദ്ധതികൾക്കും സാമ്പത്തിക നയ രൂപീകരണത്തിനും ആവശ്യമായ കൃത്യമായ വിവരങ്ങൾ ഈ സർവേ ഫലങ്ങളിലൂടെ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി 3 തരത്തിലുള്ള വിശകലനങ്ങളിലൂടെയാണ് 2025 GDPയിലേക്ക് ഡിജിറ്റൽ മേഖലയുടെയും സംഭാവന കണക്കാക്കുക. പ്രത്യേക ലിങ്ക് വഴി ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയായിരിക്കും വിവരശേഖരണം. സർവേയുമായി സഹകരിക്കാൻ എല്ലാ സ്ഥാപനങ്ങളോടും നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻസ് അഭ്യർത്ഥിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.